നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ ചിത്രം തെളിയുന്നു. മഞ്ചേശ്വരത്ത് AK അഷ്റഫും കാസർകോട്ട് ചായന്റടിയും കാറടുക്കയിൽ ഓമന രാമചന്ദ്രനും പ്രസിഡന്റുമാരാകും. മുളിയാറിലും എൺമകച്ചയിലും നറുക്കെടുപ്പ്. ഭാഗ്യത്തിൽ കണ്ണുനട്ട് UDF-ഉം LDF-ഉം. പുറത്താക്കലിൽ പുകഞ്ഞ് കോൺഗ്രസ്. കീഴ്ഘടകം അച്ചടക്ക നടപടിയെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അർജുൻ തായലങ്ങാടി. ചെറുവത്തൂർ മയീച്ചയിൽ അപകടം തുടർക്കഥയാവുന്നു. സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചയെന്ന് ആക്ഷേപം. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്ന് മുൻസിഫ് മജിസ്ട്രേറ്റ് PK ജയശ്രീ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്നും ജയശ്രീ. വിശദമായ വാർത്തകളിലേക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ചിത്രം തെളിയുന്നു. മഞ്ചേശ്വരത്ത് AK അഷ്റഫും കാസർകോട്ട് CH മുഹമ്മദ് കുഞ്ഞി ചായന്റടിയും കാറടുക്കയിൽ ഓമന രാമചന്ദ്രനും പ്രസിഡന്റുമാരാവും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അമരത്ത് ആരിയിരിക്കുമെന്നതിനെ കുറിച്ച് ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. LDF-ന്റെ 4 ബ്ലോക്കുകളിലെയും UDF-ന്റെ 2 ബ്ലോക്കുകളിലെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരെ അതാത് പാർട്ടികൾ തീരുമാനിച്ചു കഴിഞ്ഞതായാണ് വിവരം. UDF-ന്റെ കൈവശമുള്ള മഞ്ചേശ്വരം ബ്ലോക്കിൽ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AK അഷ്റഫ് പ്രസിഡന്റാവുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ജനങ്ങളുമായി ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന AK അഷ്റഫ് മുസ്ലിം ലീഗിൽ ഏറെ പ്രതീക്ഷ പകരുന്ന നേതാവാണ്. മികച്ച സംഘാടകനും പ്രഭാഷകനുമായ AK അഷ്റഫിന് വിദ്യാഭ്യാസ യോഗ്യതയും ജനകീയതയുമാണ് അനുകൂല ഘടകമായി മാറിയത്. ഇവിടെ കോൺഗ്രസിലെ മമത ദിവാകരായിരിക്കും വൈസ് പ്രസിഡന്റ് ആവുക. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കുഞ്ഞി ചായന്റടി പ്രസിഡന്റാവും. ചെങ്കള പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് ചായന്റടി. ഇവിടെ എടനി ഡിവിഷനിൽ നിന്നും ജയിച്ച കോൺഗ്രസിലെ മല്ലിക വൈസ് പ്രസിഡന്റാവും. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ CPM-ലെ V ഗൗരി പ്രസിഡന്റാകുമ്പോൾ CPI-യിലെ കരുണാകരനായിരിക്കും വൈസ് പ്രസിഡന്റാവുക. പരപ്പ ബ്ലോക്കിൽ CPM-ലെ P ദാമോദരൻ പ്രസിഡന്റും CPI-യിലെ V തങ്കമണി വൈസ് പ്രസിഡന്റുമാകും. നീലീശ്വരത്ത് VP ജാനകിയുടെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. വെങ്ങാട്ട് കുഞ്ഞിരാമൻ വൈസ് പ്രസിഡന്റാവും. കാറടുക്കയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CPM-ലെ P ഓമനയായിരിക്കും പ്രസിഡന്റാവുക. എൺമകച്ചയും മുളിയാറും ആര് ഭരിക്കുമെന്ന് നറുക്കെടുപ്പ് തീരുമാനിക്കും. ഭാഗ്യത്തിൽ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് UDF-ഉം LDF-ഉം. മുളിയാറിലും എൺമകച്ചയിലും ഭാഗ്യം ആർക്കൊപ്പമായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ അധികാരം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. വർഷങ്ങളായി UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ ഇരുമുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നയിച്ചപ്പോൾ ഇരുമുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇരുകൂട്ടരും 7 വീതം സീറ്റുകളാണ് നേടിയത്. ആകെയുള്ള 15 വാർഡുകളിൽ ഒരെണ്ണം BJP-യുടേതാണ്. BJP-യുടെ പിന്തുണ ഇരുകൂട്ടരും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രസിഡന്റ് സ്ഥാനം ഇത്തവണ ജനറലാണ്. UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ 6 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിലെ ഖാലിദ് വെള്ളിപ്പാടിയായിരിക്കും പ്രസിഡന്റാവുക. LDF-നാണ് ഭരണം ലഭിക്കുന്നതെങ്കിൽ നിലവിലെ വൈസ് പ്രസിഡന്റും CPM നേതാവുമായ M മാധവനായിരിക്കും പ്രസിഡന്റാവുക. എൺമകച്ചയിലും സമാനമായ അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ UDF-നും BJP-ക്കും 7 വീതം അംഗങ്ങളുണ്ട്. 3 സീറ്റുകളുള്ള LDF മാറി നിൽക്കാൻ തീരുമാനിച്ചതോടെയാണ് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ Y ശാരദയായിരിക്കും പ്രസിഡന്റാവുക. കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്രസിഡന്റായിരുന്ന സോമശേഖരയുടെ മാതാവാണ് ശാരദ. BJP-ക്ക് നെറുക്ക് വീഴുകയാണെങ്കിൽ 8ാം വാർഡിൽ നിന്ന് ജയിച്ച റൂപ്പറാണി R ഭട്ടിനാണ് സാധ്യത. എന്തായാലും നറുക്കെടുപ്പിലെ ഭാഗ്യം ആർക്കായിരിക്കുമെന്നറിയാൻ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. പുറത്താക്കലിൽ പുകഞ്ഞ് കോൺഗ്രസ്. ചില അംഗങ്ങളെ പുറത്താക്കിയത് പാർട്ടിയിൽ ഉൾപോരിന് വഴിവെച്ചിരിക്കുകയാണ്. കീഴ്ഘടകം പുറത്താക്കിയതിനെ അംഗീകരിക്കാനാവില്ലെന്ന് അർജുൻ തായലങ്ങാടി അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ചില അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇത് കടുത്ത വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിവെച്ചു. നഗരസഭയിലെ 10ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് BJP-യുമായി രഹസ്യബന്ധമുണ്ടാക്കുകയും 9ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക നേതൃത്വം അറിയാതെ പിൻവലിക്കുകയും ചെയ്തതിനായിരുന്നു അർജുൻ തായലങ്ങാടിക്കെതിരെ നടപടിയെടുത്തത്. 4ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചോർത്തി BJP-ക്ക് നൽകിയെന്നും 38ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ രഹസ്യമായി പ്രവർത്തിച്ച് BJP വിജയിപ്പിക്കുന്ന തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നുമാണ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത്. നഗരസഭയിലെ 36ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിനും BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനും പരോക്ഷമായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായ A ഗോവിന്ദൻ, ശൈലജ ദാമോദരൻ എന്നിവരെയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന മണ്ഡലം കമ്മിറ്റിയുടെ പരാമർശം നഗരസഭയിലെ പാർട്ടിയുടെ പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കാനാണെന്നും കീഴ്ഘടകത്തിന് മേൽഘടകത്തിലുള്ള ഒരാളെ പുറത്താക്കാൻ സാധിക്കില്ലെന്നും അർജുൻ താലങ്ങാടി പറഞ്ഞു. ചില പത്രങ്ങളിൽ എനിക്കെതിരെ അച്ചടക്ക നടപടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എടുത്തു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറായ എന്നെ നടപടിയെടുക്കുന്നതിന് ഒന്നുകിൽ KPCC അല്ലെങ്കിൽ DCCക്ക് ശുപാർശ ചെയ്യാമെന്നല്ലാതെ തീർച്ചയായും പാർട്ടിക്കകത്ത് എനിക്കെതിരെ നടപടിയെടുക്കാൻ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റിന് യാതൊരു അർഹതയുമില്ല. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം കാസർഗോഡ് നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിനേറ്റ തനത്ത പരാജയം മൂടിവെക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് നയം മാത്രമാണ് മണ്ഡലം പ്രസിഡന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പാർട്ടിയിൽ ചൂടേറിയ ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കും ഈ പുറത്താക്കൽ വഴിവെക്കുമെന്നാണ് സൂചന. ദേശീയപാതയിൽ ചെറുവത്തൂർ മയ്യിച്ചിയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് വിവരം. അപകടങ്ങൾ തുടർക്കഥയായി മാറുന്നതിനെ തുടർന്ന് ജനകീയ പ്രതിഷേധം ശക്തമായതോടെയാണ് മയ്യിച്ചിയിൽ അപകടം കുറയ്ക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയത്. പാതയുടെ 2 ഭാഗങ്ങളിലായി ഹമ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കാര്യംകോട് പാലത്തോട് ചേർന്ന് നിർമ്മിച്ച ഹമ്പുകൾ പലതും താഴ്ന്നു തുടങ്ങി. താർ മാത്രം ഉപയോഗിച്ചാണ് ഹമ്പുകൾ ഒരുക്കിയത്. വാഹനങ്ങൾ കയറിയിറങ്ങുന്നതിനെ തുടർന്നും വെയിലിൽ താർ ഉരുകിയതിനെ തുടർന്നും ഹമ്പുകൾ പലതും താഴ്ന്നു തുടങ്ങുകയായിരുന്നു. ഈ പ്രദേശത്ത് വാഹനങ്ങൾ വീണ്ടും കുതിച്ചുപായാൻ തുടങ്ങി. കാര്യംകോട് മുതൽ കാലിക്കട് വരെയുള്ള പ്രദേശത്ത് അപകട സാധ്യതയുള്ള മേഖലയിൽ ഇരുവശവും സുരക്ഷാവേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ മയ്യിച്ചിയിൽ അതും കാണാനില്ല. അധികൃതർ നിസ്സംഗത തുടർന്നാൽ ഇവിടെ വീണ്ടും അപകടങ്ങൾ സംഭവിച്ചേക്കാം. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സ്വയം സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുൻസിഫ് അഡീഷണൽ ചീഫ് ജസ്റ്റിസ് CK രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PS രാജശേഖരൻ, VG അജിത്. അത് ഫിസിക്കൽ എംപവർമെന്റ് അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിന് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ബസ്സുകളിൽ ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിക്കിത്തിരക്കി നിൽക്കുക, അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. പക്ഷെ എത്ര അമ്മമാർ, എത്ര നമ്മുടെ കൂടെയുള്ള സഹോദരിമാരാണ് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത്. ഒന്നും കൊണ്ടല്ല, ഒന്ന് പ്രതികരിച്ചാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊരു ചിന്തയാണ് നമുക്ക്. അത് തന്നെ നമുക്ക് സൈക്കോളജിക്കലായിട്ട് എംപവർ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അജിത് കുമാർ, DYSP K ദാമോദരൻ, വനിതാ CI നിർമ്മലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. KSTESന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KSRTCയെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, DA കുടിശ്ശിക നൽകുക, കാലാനുസൃതമായി ശമ്പളം വർദ്ധിപ്പിക്കുക, 5 വർഷത്തിലേറെയായി പണിയെടുക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി KL രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഡിപ്പോയാണ് കാസർഗോഡ്. ഏറ്റവും തെക്കേറ്റവും പാദശാലയാണെങ്കിൽ ഏറ്റവും വടക്കേറ്റം കാസർഗോഡാണ്. ഞാനന്ന് ഏറ്റവും തെക്കേറ്റത്തുനിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ കാസർഗോഡ് വന്നിട്ട് നിങ്ങളെ കാണുവാനും KSRTCയുടെ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാനത് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതെന്ന് കേട്ട് പറയുന്നുണ്ട്. KSRTCയിൽ നിന്നുള്ള കാസർഗോഡ് മുതൽ പാദശാല വരെയുള്ള എല്ലാ യൂണിറ്റുകളും നേരിട്ട് സന്ദർശിച്ചിട്ടുള്ള, എല്ലാ ജീവനക്കാരുടെ വിഷയങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള, ഓരോ സ്ഥലത്തെയും പ്രവർത്തനം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. M ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോപിനാഥ്, ബാബു, നിഷാദ്, വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷം നവ്യാനുഭൂതിയായി മാറി. വിവിധ പരിപാടികൾ അരങ്ങേറി. തുടർച്ചയായ 6ാം വർഷമാണ് നെല്ലിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ദീപാവലി ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി വികലാംഗരായ 2 പേർക്ക് വീൽ ചെയറുകളും ധനസഹായവും വിതരണം ചെയ്തു. രാമഗുരുസ്വാമി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജയറാം സ്വാമി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിതേന്ദർ റൈ, KCN ഡയറക്ടർ പുരുഷോത്തമ M നായക് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. ചടങ്ങിൽ മുൻ രഞ്ജിത്താരൻ K ചന്ദ്രശേഖരെ ആദരിച്ചു. കൊറകപ്പ താളിപ്പെടുപ്പ് സംസാരിച്ചു.
ഉപ്പള ബ്രദേഴ്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാവും. ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് വ്യാഴാഴ്ച തുടക്കമാവുക. ബഷീറാജ് പതാക ഉയർത്തും. പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സീനത്ത് സക്കറിയ ഉദ്ഘാടനം ചെയ്യും. 15-ാം തീയതി വരെ മണിമുണ്ട ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഇതിൽ നമ്മുടെ യുവാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പരിപാടിയുടെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഈവെന്റ് എന്ന് പറഞ്ഞാൽ മണിമുണ്ട മാരത്തൺ. ഇത് ജില്ലയിൽ തന്നെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതേപോലെ നവംബർ 14-ന് ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉണ്ടാവും. സ്ലോ ബൈക്ക് റേസ്, ഓട്ട മത്സരം, ഡ്രോയിങ് കോമ്പറ്റീഷൻ, എസ്സേ റൈറ്റിംഗ് പോലത്തുള്ള കോമ്പറ്റീഷനുകൾ ഉണ്ടാവും. പിന്നെ ഈ പരിപാടിയുടെ നമ്മുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ അവരെ ഉള്ളിലുള്ള ടാലന്റുകളെ പുറത്തു കൊണ്ടുവരുന്നതും നമ്മൾ അവർക്ക് പ്രോത്സാഹിക്കുന്നതാണ്. സംഗീതത്തിലലിഞ്ഞ് സാംസ്കാരിക നഗരി. വിവിധ രാഗങ്ങളിൽ ദേവീ കീർത്തനങ്ങൾ ആലപിച്ച് രാജൻ മാനൂരി നടത്തിയ സംഗീതയജ്ഞം നീലീശ്വരത്തിന് വ്യത്യസ്തമായ അനുഭൂതിയാണ് പകർന്നത്. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന രാജൻ മാനൂരിയുടെ സംഗീതയജ്ഞം ആസ്വാദകരുടെ ഹൃദയം കവർന്നു. തളിയിൽ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ 9 മണിയോടെയാണ് സംഗീതയജ്ഞത്തിന് തുടക്കമായത്. 54 രാഗങ്ങളിലായി 54 ദേവീകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സരസ്വതി കലാക്ഷേത്രത്തിന്റെ സാരഥിയും സംഗീതജ്ഞനുമായ രാജൻ മാനൂരി നടത്തിയ സാരസ്വതം സംഗീതയജ്ഞം സംഗീത പ്രേമികൾക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഡോക്ടർ NP വിജയന്റെ അധ്യക്ഷതയിൽ സംഗീതജ്ഞൻ സദാശിവാചാര്യ കാസർഗോഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സംഗീതജ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സദാശിവാചാര്യ കാസർഗോഡ് അവർക്കാണ്. ചണ്ഡീനവകോടി ശക്തി സഹിതാം മാം പാതും വിശ്വേശ്വരീ മാം പാതു വിശ്വേശ്വരീ. മോക്ഷം നേടാനുള്ള ഉപാസനയിൽ 2 വിധം. നാദോപാസന മുഖേന, ഇത് വർണ്ണോപാസനയാണ്. ഋഗ്വേദ യജുർവേദത്തിൽ പറയുന്ന ഭാഗമാണ്. പിന്നെ വരുന്ന സാമവേദത്തിലെ രാഗമുഖേന, പാട്ടുമുഖേന ആ മോക്ഷം നേടാനുള്ള വഴിയാണ് നാദോപാസന. മദ്ഭക്ത യത്ര ഗായന്ത്യ തത്ര തിഷ്ഠാമി. എൻ്റെ ഭക്തൻ എൻ്റെ ഗുണഗാനം എവിടെ ചെയ്യുന്നു അവിടെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. സി ഗോപാലകൃഷ്ണൻ, കുമാരൻ കുമ്പളപ്പള്ളി, VN വാസുദേവൻ നമ്പൂതിരി, മധു പാലായി, രാജീവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചെറുകഥയ്ക്കുള്ള പ്രഥമ സംസ്കൃതി പുരസ്കാരം പ്രഖ്യാപിച്ചു. പെരിയയിലെ ചാലിങ്കാൽ മഞ്ഞങ്ങാനത്തെ മൃദുൽ കൗമാരപ്രായക്കാർക്കുള്ള 2015 ചെറുകഥയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. പുല്ലൂർ പ്രദേശത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന വി കോമൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സംസ്കൃതി പുല്ലൂർ കാസർഗോഡ് ജില്ലയിലെ കൗമാര പ്രതിഭകൾക്കായി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ സംസ്കൃതി ചെറുകഥാ പുരസ്കാരത്തിന് VM മൃദുൽ മഞ്ഞങ്ങാനം അർഹനായി. ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പരിയിലെ പുത്തരി വെള്ളാട്ട ഉത്സവത്തിന് സമാപനമായി. അനുഗ്രഹം തേടി 100 കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ഈ വർഷത്തെ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 22 മുതൽ 24 വരെ മലപ്പുറത്ത് നടക്കും. സംസ്ഥാനതല യോഗ്യതാ മത്സരം കാഞ്ഞങ്ങാട്ട് നടന്നു. റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 22 മുതൽ 24 വരെ തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കും.
ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. സംസ്ഥാന മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാഥമിക മത്സരം കാഞ്ഞങ്ങാട്ട് നടന്നു. കാസർഗോഡ്, ബേക്കൽ, ഹോസ്ദുർഗ് ഉപജില്ലകളിൽ നിന്നായി 60ഓളം പേർ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. മത്സരം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീഹരി ഭട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ റെസ്ലിംഗ് ഇനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വിരലിലെണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രമേ ഈ റെസ്ലിംഗ് മത്സരം അല്ലെങ്കിൽ പരിശീലനം നൽകി വരുന്നത്. അപ്പോൾ ഇത് എല്ലാ വിദ്യാലയങ്ങളിലേക്കും എത്തിപ്പെടുകയും അങ്ങനെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുട്ടികളെ സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ അസോസിയേഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അച്ചടക്കമാണ് പ്രധാനം. അച്ചടക്കമില്ലെങ്കിൽ എന്ത് പഠിച്ചാലും കാര്യമില്ല. അങ്ങനെ ഈ കായിക വിദ്യാഭ്യാസം നേടി മറ്റുള്ളവരുടെ ഇടയിൽ അച്ചടക്കത്തോടു കൂടി നിങ്ങൾ പെരുമാറുകയും നല്ല വിജയം കൈവരിക്കുകയും വേണം. സ്കൂൾ ഗെയിംസ് റവന്യൂ ജില്ലാ സെക്രട്ടറി വിജയകൃഷ്ണൻ, ബാലകൃഷ്ണൻ, അനിൽ, ഉനൈദ്, അനിൽ എന്നിവർ പങ്കെടുത്തു. വിവിധ കാറ്റഗറികളിൽ നിന്നായി 20 പേർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടി. സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള ഏകദിന അധ്യാപക സെമിനാർ 14 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദേശീയ ട്രാക്കിംഗ് ക്യാമ്പ് കാഞ്ഞങ്ങാട് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. സ്വച്ഛ് ഭാരത് സ്വസ്ഥ് ഭാരത് എന്ന സന്ദേശവുമായി സ്കൗട്ടുമാരും ഗൈഡുകളും നീലേശ്വരം മാർക്കറ്റ് ശുചീകരിച്ചു. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ദേശീയ ട്രാക്കിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. GK ഗിരീഷ്, അരുൺ പത്താർ, പ്രശാന്ത്, ഡേവിഡ് ജോസഫ്, PT ഉഷ, ആശാലത, VK ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. 21 സംസ്ഥാനങ്ങളിൽ നിന്നായി 134 പേർ പങ്കെടുത്ത ക്യാമ്പിന്റെ സമാപനം മരക്കാപ്പ് കടപ്പുറം സ്കൂളിൽ നടന്നു. സമാപന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. Meet all of you who have come from different parts of India. So now this Marakap Kadapuram Fisheries High School is a mini India. It is a mini India. ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. GK ഗിരീഷ്, അരുൺ പത്താർ, P പ്രശാന്ത്, ഡേവിഡ് ജോസഫ്, PK ഹരിദാസ്, IN ദുരൈ എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ ചിത്രം തെളിയുന്നു. മഞ്ചേശ്വരത്ത് AK അഷ്റഫും കാസർഗോട്ട് ചായന്റടിയും കാരടുക്കയിൽ ഓമന രാമചന്ദ്രനും പ്രസിഡന്റുമാരാകും. മുളിയാറിലും എൺമകച്ചയിലും നറുക്കെടുപ്പ്. ഭാഗ്യത്തിൽ കണ്ണുനട്ട് UDFും LDFും. പുറത്താക്കലിൽ പുകഞ്ഞ് കോൺഗ്രസ്. കീഴ്ഘടകം അച്ചടക്ക നടപടിയെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അർജുൻ തായലങ്ങാടി. ചെറുവത്തൂർ മയിച്ചയിൽ അപകടം തുടർക്കഥയാവുന്നു. സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചയെന്ന് ആക്ഷേപം. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്ന് മുൻസിഫ് മജിസ്ട്രേറ്റ് PK ജയശ്രീ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്നും ജയശ്രീ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.